2 മാസമായിട്ട് ഈസ് ബീൻ ട്രൈങ്. എനിക്ക് ഓരോ കാരണവശാലും എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നോട്ട് ബിക്കോസ് വില്ലിംഗ്ലി. ലാസ്റ്റ് ടൈം എന്നെ വിളിച്ചപ്പോൾ എൻ്റെ മദർ ഇൻ ലോ മരിച്ചു. സോ ഓരോ തടസ്സങ്ങളായിരുന്നു. സോ എവറിത്തിങ് ഹാസ് എ റീസൺ. നിങ്ങളെല്ലാം എനിക്ക് തന്ന സ്വാഗതത്തിന് നന്ദി. ഇന്നത്തെ ദിവസം സൂപ്പറാണെന്നുള്ളതാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈസ് അബൌട്ട് സെൽഫ് ഡെലൂഷൻ. അതിൻ്റെ മലയാളം വാക്കെന്തോന്ന് അറിയത്തില്ല. സെൽഫ് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ മറന്ന് വേറെ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആവുന്നതോ അല്ല, എൻ്റെ the delusion that I am like some other alcoholic എന്നുള്ള ആ ഒരു ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എല്ലാ ആൽക്കഹോളിക്കും ആ ഒരു സ്ഥിതി കൂടെ പോകുന്ന. അടുത്ത പ്രാവശ്യം ഞാൻ കുടിക്കുമ്പം അതുപോലെ അല്ലായിരിക്കും. ഞാനൊരു ജെന്റിൽമാനെ കൊണ്ട് ഇപ്പം കുടിക്കുന്ന പോലെ കുടിക്കാൻ പോവുക. ഞാൻ 2 പേക്ക് മടിച്ചു. ഇപ്പൊ ചാപ്റ്റർ 3 മോർ അബൌട്ട് ആൽക്കഹോളിസത്തിനകത്ത് അത് വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. the delusion that we are like other people has to be smashed. ഞാൻ കുടിക്കാൻ കാരണം അതായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെ ഹൗ ക്യാൻ ഐ ബി എൻ ആൽക്കഹോളിക്? അവർക്ക് അത് ഇമ്പ്യൂണിറ്റി കൊണ്ട് അവർക്ക് കുടി നിർത്താം. എനിക്ക് എന്തുകൊണ്ട് അത് കുടി നിർത്താൻ നോക്കുന്നില്ല? എന്നാൽ ഈ പ്രാവശ്യം ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. സോ ദാറ്റ് ഡെലൂഷൻ, എൻ്റെ ആ ഒരു ഇമാജിനേഷൻ ദാറ്റ് ഐ ആം ഡിഫറെന്റ് ആൻഡ് ഐ ക്യാൻ കൺട്രോൾ മൈ ഡ്രിങ്കിങ് എന്നുള്ള ഒരു ഇതുണ്ട്. എൻ്റെ ബുക്കിനകത്ത് പറയുന്നത് വി ആർ ലൈക്ക് പീപ്പിൾ ഹു ഹാവ് ലോസ്റ്റ് അവർ ലെഗ്സ്. കാലുകൾ നമ്മുടെ നഷ്ടപ്പെട്ട, പുതിയ കാലുകൾ കിളിക്കില്ല. പക്ഷെ അതൊരു ആൽക്കഹോളിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ വളരെ പ്രയാസമാണ്. ബിക്കോസ് അത് ഇറ്റ് ഈസ് എംബിറ്റഡ് ഇൻ മൈ DNA. എൻ്റെ DNAക്കകത്ത് അത് എഴുതി വെച്ച് ഒപ്പിച്ച് എൻ്റെ തലയിലുള്ളതാണ്. ഞാൻ പ്രൂവ് ചെയ്തത് ഡിസ്പ്രൂവ് ചെയ്യാൻ പോകുന്നതാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. പ്രൂവ് ചെയ്തത് എന്താ? എനിക്ക് നോർമലായിട്ട് ഡ്രിങ്ക് ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ളത്. ഡിസ്പ്രൂവ് ചെയ്യുന്നത് എന്തുവാ? ഞാൻ നോർമലായിട്ട് ഡ്രിങ്ക് ചെയ്ത് കാണിക്കാമെന്ന് പറയും. സോ ഐ ആം ചാലഞ്ചിങ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യുവാണ്. ഞാൻ കുടി തുടങ്ങുന്നത് ഇപ്പൊ ഒരു 13-ാമത്തെ വയസ്സിലോ 14-ാമത്തെ വയസ്സിലോ എനിക്ക് ഓർമ്മയുണ്ട്. 12 കഴിഞ്ഞ് 13 ടീനേജർ ആയപ്പോഴത്തേക്ക് എനിക്ക് ലൈസൻസ് കിട്ടിയ മാതിരിയായിരുന്നു. കുടിക്കാനും വീട്ടിൽ നിന്ന് ലേറ്റായിട്ട് പോകാനും. 2 ദിവസം മുമ്പ് എൻ്റെ മകളും അമ്മയും കൂടെ 23 വയസ്സുള്ള ഒരു ഡോക്ടറുണ്ട് എൻ്റെ. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യം കേർബ് ചെയ്യുന്നെന്നും പറഞ്ഞ് അവളും അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോഴും ഞാനും അതുപോലെ ഒരു റിബലായിരുന്നു. പക്ഷെ ഇവരുടെ ആ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ ആർഗ്യുമെന്റാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ആ ആർഗ്യുമെന്റ് കഴിഞ്ഞ് ഞാൻ പോയിരുന്നു കുടിക്കും. കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തന്നെ ഒരു ചിന്തയിലാവും. നോർമലായിട്ടുള്ള മനുഷ്യർ അങ്ങനെ ചെയ്യത്തില്ല. നോർമലായിട്ടുള്ള മനുഷ്യർ റീസൺ ഔട്ട് ചെയ്യും. ആ റീസൺ ഔട്ട് ചെയ്യുന്നതിലാണ് നമുക്ക് ഇൻസാനിറ്റി ആൻഡ് സാനിറ്റി എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നില്ലേ, റിസ്റ്റോറിങ് മീ ടു സാനിറ്റി. ദാറ്റ് മീൻസ് ഐ വാസ് ഇൻസെയിൻ. ഞാൻ ഫാക്ട്സ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. ആ സെക്കൻഡ് സ്റ്റെപ്പില് ഫാക്ട്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുമ്പോൾ ഐ വാസ് റിസ്റ്റോർഡ് ടു സാനിറ്റി. ആൽക്കഹോൾ അല്ലായിരുന്നു എൻ്റെ പ്രോബ്ലം. എൻ്റെ ആൽക്കഹോളിനെ പറ്റിയുള്ള ഒരു ഇൻഫോർമേഷൻ എനിക്ക് കിട്ടുവാണ്. ആ ഇൻഫോർമേഷൻ ഞാൻ ആദ്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഐ എം പവർലെസ് ഓവർ ആൽക്കഹോൾ. ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. But was alcohol my problem or was my thinking my problem? എൻ്റെ ചിന്തയായിരുന്നു എൻ്റെ പ്രോബ്ലം, അതോ ആൽക്കഹോൾ ആയിരുന്നു എൻ്റെ പ്രോബ്ലം? അപ്പൊ ഇതൊരു പ്രാക്ടീസിങ് ആൽക്കഹോളിക് അല്ലെങ്കിൽ മുറയ്ക്ക് സ്ലിപ്പ് ആകുന്നവരോട് ചോദിക്കുവാണെങ്കിൽ അങ്ങുള്ളിൽ നിന്ന് ഫ്രം അവർ ഇന്നർ മോസ്റ്റ് സെൽഫ് ഐ ഹാവ് ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ എം എൻ ആൽക്കഹോളിക് and my life is unmanageable. So the unmanageability was the problem. ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു സിംറ്റം ആയിരുന്നു. എൻ്റെ കുറവുകളെ നികത്താനുള്ള ഒരു കെമിക്കൽ ആയിരുന്നു. എൻ്റെ ആൽക്കഹോളിസത്തിൻ്റെ മരുന്നായിരുന്നു ആൽക്കഹോൾ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ദ സാഡ് പാർട്ട് ഇസ് ഞാൻ ആൽക്കഹോളിന് വാട്ട് യു കോൾ അലർജിക് ആയിരുന്നു. എനിക്കത് നോർമലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുകയില്ലായിരുന്നു. അപ്പൊ എൻ്റെ ചിന്ത
ഈ ഡെലൂഷൻ എന്ന് പറയുന്നത് ഈ ചിന്ത, that I am not, that which I am not is a delusion. ഞാനല്ല അത്, പക്ഷെ ഞാൻ അത് അംഗീകരിക്കത്തില്ല, ഞാനാണ് അതെന്നും പറഞ്ഞുകൊണ്ട്. ഈ 62ാമത്തെ പേജിൽ സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ്നെസ്, that we think is the root of our problems. തങ്കാര്യം, സ്വാർത്ഥത, we think that is our problem. Driven by 100 forms of fear and self-delusion. 100 forms of fear. അപ്പൊ അണ്ടർലൈങ് ആയിട്ടുള്ള പ്രോബ്ലം എന്തുവാ? എൻ്റേത് ഫിയർ ആണ്, പേടി. അപ്പൊ ഓരോ ഫിയറിനെയും, ഓരോ പേടികളെയും ഞാൻ കവറപ്പ് ചെയ്യാൻ നോക്കും. ഒരു പേടി മാറി വേറെ ഒരു പേടിയാവും, വേറൊരു പേടി മാറി വേറെ. അപ്പം അവസാനം വരുമ്പോൾ എന്തോ ഒരു വലിയൊരു പേടിയുടെ ഒരു സംഭവമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആ പേടി വരുമ്പോ എല്ലാം സെൽഫ് ഡെലൂഡഡ്. വഴി കിടക്കുന്ന കയറ് കാണുമ്പം പാമ്പാന്ന് വിചാരിക്കും. ദാറ്റ്സ് എ ഡെലൂഷൻ, ദാറ്റ്സ് എ ഡെലൂഷൻ. വാസ്തവല്ല അത്. ദാറ്റ് ഇസ് മൈ തിങ്കിങ്. അപ്പൊ ഈ സെൽഫ് ഡെലൂഡഡ് എന്ന് പറയുന്ന എൻ്റെ തിങ്കിങ് എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ആ നെഗറ്റീവിനെ കവറപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഓരോ റീസൺസ് കാണും. എല്ലാത്തിനും ഞാൻ ഒരു കാരണം കാണിക്കും. ഇന്ന് കുടിച്ചാൽ ഓഫീസിൽ കുഴപ്പമായിരുന്നു, ബട്ട് ആക്ച്വലി ഐ എം ടെല്ലിങ് എ ലൈ. ആ ലൈ ഞാൻ എന്നിൽ തന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ ലൈ. ഞാൻ കുടിക്കാതിരിക്കുവാണെങ്കിൽ എൻ്റെ ജീവിതം പാഴായി പോകും. കുടിക്കുവാണെങ്കിൽ എൻ്റെ ഞാൻ കുടിച്ചു മരിക്കും. ഇപ്പൊ രണ്ടിടത്തും ഇലയ്ക്കും മുള്ളിനും കൊള്ളാത്ത വിധത്തിൽ ജീവിക്കാനൊക്കത്തില്ല ഒരു ആൽക്കഹോളിക്കിന്. Either he is totally drunk or he has to be sober. There is no middle of the road for him. റോഡിന്റെ നടുവേ പോകാൻ he has to accept the fact that he is powerless over alcohol. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ either I am pregnant or I am not pregnant. ഒരു സ്ത്രീക്ക് പറയാനൊക്കെ തന്നെ ഞാൻ ഹാഫ് പ്രഗ്നന്റ് ആണ്. ഇല്ല, യു ആർ. അതുപോലെ തന്നെ either there is God or there is no God. What is it to be? അത് ഞാൻ എന്നെ തന്നെ I have to redefine my thinking. എൻ്റെ തിങ്കിങ് വോപ്ഡ് ആയിട്ടുള്ള തിങ്കിങ് എല്ലാം ആൽക്കഹോളിൻ്റെ യൂസിന് വേണ്ടിയുള്ള ഒരു തിങ്കിങ്. എൻ്റെ റിസെൻമെന്റ് ആണെങ്കിലും, എൻ്റെ ഫിയർ ആണെങ്കിലും, എൻ്റെ സൂപ്പർസ്റ്റിഷൻ ആണെങ്കിലും, എൻ്റെ ഈഗോ ആണെങ്കിലും, പ്രൈഡ് ആണെങ്കിലും, എല്ലാം ഇസ് കവറിങ് അപ്പ് മൈ ആൽക്കഹോളിസം. അപ്പൊ എന്തോരം സെൽഫ് ഡെലൂഷൻ ഉണ്ടെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. സെൽഫ് ഡെലൂഷന് ചിലർക്ക് ഈ സൂപ്പർസ്റ്റിഷനും ഒരു സെൽഫ് ഡെലൂഷൻ ആണ്. ഒരേ കൂടെ പോകുമ്പം പൂച്ച കുറുക ചാടിയാൽ എന്തോ ആക്സിഡന്റ് വരും, അല്ലെങ്കിൽ എന്തോ നാട്ടില് ഓരോ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ഓരോ സമയമുണ്ടല്ലോ, അത് ദാറ്റ് ഈസ് ഓൾസോ സെൽഫ് ഡെലൂഷൻ. എന്തെങ്കിലും ആപത്ത് വരും, രാഹുകാലം. ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ആൽക്കഹോളിക് എന്ന് പറയുന്നത് ഞാൻ അത് ഒരു മൾട്ടിപ്ലൈ ചെയ്തൊരു വേറെ ഒരു ലെവലിൽ കൊണ്ടുപോകും. അതെൻ്റെ ഒരു ഡ്രിങ്കിങ്ങിന് ഒരു കാരണമാക്കി അതിനെ ഒത്തന്റിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല ഞാൻ ഉണ്ടാക്കും. സോ ഈ സെൽഫ് ഡെലൂഷൻ എന്ന് പറയുന്നത് എന്നെ തന്നെ മറന്ന്, ഞാൻ തന്നെ മറന്ന് വേറെ ഒരു വ്യക്തിയാണ്. ബുക്കിനകത്ത് ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന് പറയും. 2 സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ട് എന്നിൽ തന്നെ. ആ പേഴ്സണാലിറ്റി രണ്ടും മേർജ് ചെയ്യിപ്പിക്കാനാണ് ഈ പ്രോഗ്രാമിന്റെ ദാറ്റ് ഇസ് വാട്ട് ദിസ് പ്രോഗ്രാം ഇസ് ഓൾ അബൌട്ട്. അതാണ് ഈ 3rd സ്റ്റെപ്പിലും 4th സ്റ്റെപ്പിലും ചെല്ലുമ്പോൾ ഞാൻ ആരാന്നുള്ളത് കാണാൻ എനിക്കൊരു മടി. ബിക്കോസ് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് എനിക്കറിയാം. ആ തെറ്റ് ഞാൻ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ ഡെലൂഷൻ. അടുത്ത പ്രാവശ്യം ഇത് വേറെ ആയിരിക്കും, അടുത്ത പ്രാവശ്യം ഇത് ലക്കി ആയിരിക്കും, അടുത്ത പ്രാവശ്യം ഇതിപ്പം ഞാനൊരു ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞിരുന്നിട്ട് ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാതിരിക്കുന്ന പോലെ ഉള്ളൂ. ലോട്ടറി അടിക്കണമെങ്കിൽ പോയൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കണം. ലോട്ടറി ടിക്കറ്റ് എടുക്കണമെങ്കിൽ കാശ് വേണമെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടും? ആൽക്കഹോളിക് എന്നെ പോലെ ഉണ്ടെങ്കിൽ വല്ലവനെയും കളിപ്പിച്ചോ, വല്ലവനെയും കട്ടെടുത്തോ. പക്ഷെ ഇറ്റ്സ് ഓൾ ലിവിങ് ഇൻ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. എല്ലാം ഒരു കവറപ്പാ, ആ കവറപ്പിനെ മാറ്റാനാണ് സ്റ്റെപ്പ് 4ഉം സ്റ്റെപ്പ് 5. ഇപ്പൊ ഞാൻ എന്നെ തന്നെ കാണുമ്പോൾ പലർക്കും ഈ 4ാം പടി ചെയ്യാൻ മടിയാകുന്നതിന്റെ കാരണം അതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആരാന്ന് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. എൻ്റെ കുടിയുടെ കാരണം ഞാൻ എന്നെ തന്നെ
മറച്ചു വെക്കാനുള്ളതായിരുന്നു എൻ്റെ കുടിയുടെ കാരണം തന്നെ. ഞാൻ എന്നിൽ നിന്ന് തന്നെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ ജീവിതം തെളിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഒരു ചെറുപ്രായത്തിലെ ഞാൻ ഇതിനകത്ത് ഇൻഡൾജ് ചെയ്തിട്ട് വേണ്ടാതീനം കാണിച്ചല്ല, രോഗത്തിന്റെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു രോഗത്തിന്റെ ഒരു രീതിയാണ്. ഞാനൊരു 16, 17 ഒക്കെ ആയപ്പോഴത്തേക്ക് ഐ വാസ് ഫിനിഷ്ഡ്, ടോട്ടലി ഫിനിഷ്ഡ്. 18 ഞാൻ എൻ്റെ SSCയുടെ എക്സാംസ് ഒക്കെ എഴുതി കുടിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. പേപ്പർ എഴുതാൻ നേരത്ത് ക്ലാസ് റൂമിൽ നിന്ന് 4 പ്രാവശ്യം 5 പ്രാവശ്യം സിഗരറ്റ് വലിക്കാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. 10, 16, 18 വയസ്സേ ഉള്ളൂ. ജീവിതത്തിൽ നിന്ന് ഞാൻ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച മാതിരിയുള്ള ജീവിതമല്ലായിരുന്നു എൻ്റെ ജീവിതം. ആ ഒരു നിരാശയിൽ പിന്നെ ഞാൻ കുടിക്കുമായിരുന്നു. എൻ്റെ ബസ്സോ എൻ്റെ ട്രെയിനോ ഞാൻ ഓടിക്കൊണ്ടിരുന്നത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അത് നാളെ വരും, മറ്റന്നാൾ വരും, ഇത് കഴിഞ്ഞ് വരും. അത് പോയി, അത് തീർന്നു എന്നുള്ള ആ ഒരു ഫിനിഷ് എന്നുള്ള ഒരു ഇത് വരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. നെക്സ്റ്റ് ടൈം ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ഇന്ന് എനിക്ക് 70, 72 വയസ്സുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ എനിക്ക് ഒന്നും ചേഞ്ച് ചെയ്യാനൊക്കത്തില്ല. പക്ഷെ എനിക്ക് ചെയ്യാനൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള ഭൂലോക ഓരോരോ കാര്യങ്ങൾ, അത് എങ്ങനെ, ദാറ്റ് ഇസ് വാട്ട് എന്നുള്ളത് എക്സ്പീരിയൻസ്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ഇമാജിനറി വേൾഡിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു എലൂഷൻ ആയിരുന്നു എൻ്റെ ജീവിതം. ഈ മജീഷ്യൻസ് ഒക്കെ കാണിക്കത്തില്ലേ, ഈ മാജിക് കാണിക്കുന്നവർ, അതൊരു എലൂഷനാണ്. ഒപ്റ്റിക്കൽ എലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ ജീവിതം ഒരു എലൂഷൻ ആയിരുന്നു എൻ്റെ മുമ്പിൽ. ഐ പ്രിറ്റൻഡഡ് ടു ബി സംതിങ് ഐ വാസ് നോട്ട്. ഞാൻ ആയിരിക്കുന്നതല്ല ഞാൻ ആയിരുന്നത്, ഞാൻ മറ്റെന്തോ ആകണമെന്ന് വിചാരിച്ചായിരുന്നു ജീവിച്ചത്. അപ്പം ഇറ്റ് നെവർ, ഡിസപ്പോയിന്റ്മെന്റ്സ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെക്ടേഷൻസ്. എൻ്റെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചല്ല. അതുകൊണ്ട് അപ്പൊ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ വ്യക്തിത്വം ഞാൻ മറന്നിട്ട് വേറെ ഒരു വ്യക്തി ആകാൻ നോക്കി, അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി, അല്ലെങ്കിൽ ലോകം വിചാരിക്കുന്ന മാതിരി ജീവിക്കാനുള്ള ഒരു പ്രയത്നമായിരുന്നു എൻ്റെ. അതിൽ ഞാൻ എപ്പോഴും ഫെയിലിയർ ആയിരുന്നു. അപ്പൊ എൻ്റെ എക്സ്പെക്ടേഷൻസിനെ ഞാൻ മാച്ച് ചെയ്തില്ല. ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻസ് മാച്ച് ചെയ്യാതെ വരുമ്പം ഇറ്റ് ഈസ് എ ഡിസപ്പോയിന്റഡ്. നമ്മളിൽ പലരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വൈ ഡു വി ഗോ ബാക്ക് ടു ആൽക്കഹോൾ? We go back to alcohol because alcohol is the root epicenter of my problem. ആ ആൽക്കഹോൾ ഇല്ലെങ്കിൽ എനിക്ക് ഡെലൂഡഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാൻ ഒക്കത്തില്ല. രാവിലെ എണീക്കുമ്പം പേടിയും വിറയലും ഛർദിലും തലവേദനയും പൊന്നും ഒക്കെ ആയിട്ടാണ് എണീക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പറയുന്നത്, ഇന്നത്തെ ദിവസം ഞാൻ ഇത് തൊടത്തില്ല, ഞാൻ ഇനി അങ്ങോട്ട് കുടിക്കുകയില്ല. പക്ഷെ സൂര്യൻ അങ്ങോട്ട് വന്ന് പ്രകാശം വന്ന് ദിവസം ഒന്ന് പുലർച്ചെ ആകുമ്പോഴത്തേക്ക് എൻ്റെ തലയിൽ ഭ്രാന്ത് തുടങ്ങും. ബിക്കോസ് മോസ്റ്റ് ഓഫ് ഈ ഭ്രാന്ത് എന്ന് പറയുന്ന അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഫിയേഴ്സും ഇൻസെക്യൂരിറ്റിയുമാണ്. അപ്പൊ ഇതിനെ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? ആൽക്കഹോളേ ഉള്ളു എനിക്കൊരു സൊല്യൂഷൻ. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അന്നത്തെ കാലത്തില്ല. സ്പിരിച്വൽ എന്ന് പറയുന്നത്, ഞാൻ ഒരു 2 പെഗ് കുടിക്കുന്നതായിരുന്നു സ്പിരിച്വൽ. കുപ്പിക്കകത്തെ സ്പിരിറ്റ് വയറ്റിലോട്ട് ചേരുന്നതായിരുന്നു സ്പിരിച്വൽ. അപ്പോൾ എനിക്ക് ഒരു ഉണർവുണ്ടാവും, ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് എന്നിൽ വരും, എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് വരും. അപ്പം ഈ ഡെലൂഷൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ തന്നെ ഒരു കവറപ്പാണത്. മൈനസ് ആൽക്കഹോൾ എൻ്റെ ജീവിതം എന്തുവാ? പേടി. ഞാൻ നേരത്തെ പറഞ്ഞു, പേടി, വിറയില്, കുറ്റബോധം, ഇറ്റ്സ് ഫുൾ ഓഫ് ദാറ്റ്. അതങ്ങോട്ട് മാറ്റി ഈ ഒരു 2 പെഗ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് വരുവാ എന്നിൽ. ഞാൻ അതിൻ്റെ, പക്ഷെ അത് ലാസ്റ്റിംഗ് അല്ല. ആ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനേക്ക് അത് എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് പോയി കഴിയുമ്പോൾ അഗെയിൻ ഐ ഗോ ഇൻ ടു ഡിപ്രഷൻ. അപ്പൊ വല്ലവരും ചോദിച്ചാടാ നീ ഡിപ്രസ്ഡ് ആണെന്ന് വെച്ചാൽ, ഞാൻ ഡിപ്രസ്ഡ് ഒന്നുമല്ല, ഞാൻ മറിച്ച് ഒരു 100 ബടായി അടിക്കും. ഇതെല്ലാം ആൽക്കഹോളിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം
ഈ സിക്നസ്, ഈ ദീനം എന്ന് പറയുന്ന എൻ്റെ തലയിലാണ്, എൻ്റെ ചിന്തയിലാണ്. അപ്പൊ എൻ്റെ ചിന്തയെ ഞാൻ എങ്ങനെ മാറ്റാൻ നോക്കും? എനിക്ക് എന്ത് മാറ്റണമെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ ചിന്ത എങ്ങനെ മാറ്റും? ഞാൻ ആരാന്ന് അറിയാൻ വേണ്ടിയാണ് ഈ 4-ാം പടി ചെയ്യുന്നത്. നമ്മൾ 3-ഉം 4-ഉം ചെയ്യുന്നത്. 3-ൽ നമുക്കൊരു വിശ്വാസം, നമ്മളിൽ കവിഞ്ഞ ഒരു ശക്തിയിൽ നമുക്കൊരു വിശ്വാസം. ആ വിശ്വാസം എങ്ങനെ വന്നു? എന്നിൽ തന്നെ എനിക്ക് വിശ്വാസം ഇല്ലാത്തവന് വേറെ ഒരു വിശ്വാസം എങ്ങനെ? കാരണം ആൽക്കഹോൾ എന്നെ ചതിച്ചു. ആൽക്കഹോൾ ഹാസ് ഫെയിൽഡ് മീ. ഈ ബുക്കിനകത്ത് പറയുന്നത്, we learned that we had to concede to our innermost self that we were alcoholics. This is the first step in recovery. പിന്നെ പറയുന്നത്, we were led into time to pitiful and incomprehensible demoralization. ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ വീണു. എനിക്ക് എന്നെ തന്നെ നോക്കാനും, എന്നെ തന്നെ ചോദ്യം ചെയ്യാനും, എന്നെ തന്നെ ഒരു നല്ല വിധത്തിൽ നോക്കാനും എനിക്ക്, ബിക്കോസ് ഐ ഹാഡ് ലോസ്റ്റ്. ഞാൻ എൻ്റെ ഹോൾ പ്രൊഫൈൽ ഹാഡ് ഡ്രോപ്ഡ്. എൻ്റെ സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന വ്യക്തിത്വം എല്ലാം നശിച്ചു. അതിപ്പം നമ്മൾ ഈ യൂറോപ്പിലെ ആ മിഡിൽ ഈസ്റ്റിലെ വാർ കണ്ട പോലെ എല്ലാം താടിപ്പണമാക്കിയിരിക്കുമായിരുന്നു. ഇനിയും അതെല്ലാം ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു പ്ലാൻ വേണ്ടേ? ഞാൻ എൻ്റെ സ്വയം ശക്തിയിൽ ഞാൻ 32 വയസ്സ് വരെ ഞാൻ നോക്കി. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ 32 വർഷം എന്ന് പറയുന്നത് അതില് ഒരു 16-ാമത്തെ വയസ്സിലാണ് ഞാൻ കുടിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ 18-20 വർഷം പോയ പോക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഓർമ്മയില്ല എങ്ങനെയാന്ന്. എൻ്റെ മദറിനോ, എൻ്റെ ഫാദറിനോ, എൻ്റെ ബ്രദേഴ്സിനോ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ലായിരുന്നു. ഇന്നും എൻ്റെ 2-ാമത്തെ അനിയന് എന്നെ വിളിക്കത്തുമില്ല, എന്നോട് സംസാരിക്കത്തില്ല. എവിടെയെങ്കിലും വെച്ച് ഒരു ഒക്കേഷന് കാണുവാണെങ്കിൽ ഞങ്ങൾ ബ്രദേഴ്സിൻ്റെ കൂടെ ഇരുന്ന് 2 ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും. ബട്ട് ഞാൻ പുള്ളിക്കാരനെ അതുപോലെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആൽക്കഹോളിസം സമയത്ത് ഹീ ടുക്ക് കെയർ ഓഫ് മീ. സോ ഞാൻ ചെയ്തിട്ടുള്ള ഡാമേജ് ചിലതൊക്കെ ഇറിവേഴ്സിബിൾ ആണ്. I have forgiven myself and I have told my brother, പുള്ളിയോടും ഞാൻ ഫോർഗിവ്നെസ്സും എല്ലാം ചോദിച്ചിട്ടുണ്ട്. കാങ്ക എല്ലാം ഓക്കെ എന്ന് പറയും. പക്ഷെ പുള്ളിയുടെ ബിഹേവിയർ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എത്രമാത്രം ഞാൻ പുള്ളിയെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന്. സോ അത് പുള്ളിയുടെ ഫാമിലിയുടെയോ കുഴപ്പമില്ല, ഇറ്റ്സ് മൈ കോൺഫിഡൻസ്. അപ്പൊ അത് ഞാൻ റെക്ടിഫൈ, ഞാൻ സെൽഫ് ഡെലൂഡഡ് അല്ല, അതിനകത്ത് സെൽഫ് ഡെലൂഷൻ വരുന്നു. ഞാൻ എൻ്റെ അമെൻസ് ചെയ്തിട്ട് ഇനിയും പുള്ളി എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. നോ, ദാറ്റ് ഇസ് നോട്ട് ഇറ്റ്. I have to be courteous, I have to be forgiving, I have to be understanding. ഞാനിപ്പം സംബന്ധിച്ച പുള്ളിയെ ഞാൻ അതുപോലെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനന്തരവന്മാർ 2 പേരുണ്ട്, എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. ഇവരെയൊക്കെ നോക്കാൻ എങ്ങനെ? സോ ഞാൻ എൻ്റെ കൂടെ തന്നെ, എന്നിൽ തന്നെ സ്വയം ജീവിക്കണമെങ്കിൽ എനിക്ക് മാറ്റേണ്ടത് എന്താന്നൊക്കെ ഞാൻ അറിയണം. അതിനകത്താണ് ഈ ഡെലൂഷൻ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബ്രദറിനെ ഞാൻ ഡെലൂഡഡ് അല്ല. പുള്ളി എന്നെ എല്ലാം ക്ഷമിച്ചു, പുള്ളിയുടെ കാര്യം നോക്കി നടക്കുക, പുള്ളി അടിച്ചു. അങ്ങനല്ല ഞങ്ങൾ വളർന്നത്. സോ ഞാൻ സെൽഫ് ഡെലൂഷനിൽ വരുന്നില്ല അവിടെ. എനിക്കറിയാം ഇതാ കാരണമെന്ന്. സോ ഇതൊരു ജീവിതകാലം മുഴുവൻ ഈ എൻ്റെ ജീവിതം റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റാണ്. ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിനായിട്ട് 37 വർഷമായിരുന്നു. 87 വന്നതാ. അതിനകത്ത് പല സ്റ്റേജസിലാണ് എൻ്റെ റിക്കവറി. ആദ്യത്തെ 4-ഉം 5-ഉം പടിയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു. ദാറ്റ് വാസ് ഓക്കെ. ഒരു വർഷം 2 വർഷമൊക്കെ ഇറ്റ് വാസ് ഓക്കെ. നമ്മളിവിടെ പിങ്ക് ക്ലൗഡ് സ്റ്റേജ് എന്നൊക്കെ പറയും. അന്ന് ജോലിയും ഇതൊക്കെ പ്രായം ചെല്ലുന്നതോറും ഓരോ സ്റ്റേജ് നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ട് വരുവാണ്. എൻ്റെ സൊബ്രൈറ്റിയിൽ എന്തോ നന്മയുണ്ട്, എന്തോ എനിക്ക് നിങ്ങൾക്ക് തരാനുണ്ടെന്ന് വിചാരിച്ച രാം ചേട്ടൻ എന്നെ വിളിച്ചത്, ഇല്ലേ? ഐ ഹാവ് സംതിങ് ടു ഓഫർ. ഈ സംതിങ് ടു ഓഫർ ഒരു കാലത്ത് ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ എന്നുള്ള വ്യക്തിത്വം പോലും എനിക്കില്ലായിരുന്നു.
പക്ഷെ ഈ പ്രോഗ്രാമിൽ കൂടി ചെയ്ത് ആ 4-ാം പടി വന്നപ്പോഴേ ഞാൻ എന്നെ തന്നെ കണ്ടു. ഞാൻ ഡിനയലിൽ നിന്ന് മാറി ആക്സെപ്റ്റൻസിലേക്കോട്ട് വരുവാണ്. ഡിനയൽ, ഞാൻ ഇതല്ലെന്നുള്ള ഒരു ഡിനയൽ മാറിയിട്ട് ഇത് ഞാനാണ്, ഞാൻ എന്നെ തന്നെ നോക്കാൻ കഴിവ് കാണിക്കുക. അപ്പൊ ആ 3-ാം പടി ഇല്ലെങ്കിൽ ആ 4-ാം പടിയിലോട്ട് നമുക്ക് ചെയ്യാനൊക്കത്തില്ല. ചെയ്യാൻ ഒക്കുമായിരിക്കും, പക്ഷെ അതൊരു വെറുതെ ഒരു കവറപ്പ് ആയിരിക്കും, ഒരു സ്മോക്ക് സ്ക്രീൻ ആയിരിക്കും. ആ സ്മോക്ക് സ്ക്രീൻ മാറാനാണ് നമ്മുടെ ഡെലൂഷൻ നമ്മൾ മാറ്റണമെന്ന് പറയുന്നത്. സെൽഫ് ഡെലൂഡഡ് ആകല്ലേ. പല കാര്യത്തിലും നമ്മൾ ഇപ്പോഴും ഞാൻ ഈ ജീവിതം ജീവിച്ചതാ, ഞാൻ അതെല്ലാം എന്തെല്ലാം കണ്ടതാ, നീ കണ്ടിട്ടില്ല. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗ്രാസ്പിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്. ഞാൻ കണ്ടത് വേറെ വല്ലവർക്കും അത് എഫക്റ്റീവ് ആകണമെന്ന് കാര്യമില്ല. 90% ഈ ഇവിടെ ഓരോ കേട്ടോണ്ടിരിക്കുന്നവർ പോയി ഞാൻ കാണിച്ച മണ്ടത്തരം വീണ്ടും കാണിച്ചിട്ട് പറയും, അയ്യോ അന്ന് ഫിലിപ്പ് പറഞ്ഞത് ശരിയായിരുന്നല്ലോ എന്ന്. സോ അത് സെൽഫ് ഡെലൂഷൻ എന്ന് പറയുന്നത് എൻ്റെ കഴിവ് മേലെ ജീവിക്കാനാണ് എനിക്ക് ഈ ആൽക്കഹോൾ കപ്പാസിറ്റി ചെയ്യുന്നത്. പക്ഷെ എൻ്റെ കഴിവ് എന്നെ ഫെയിലായി. I failed in my attempt to have life the normal way. സോ ഇതിനകത്ത് പറയുന്നത് കോപ്പിംഗ് സ്കിൽസ് ഇല്ലായിരുന്നെന്നുള്ളതാ. കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് എന്തുവാ? ജീവിതം ജീവിക്കാൻ അറിയണം, പെരുമാറാൻ അറിയണം, ശരി വഴിയിൽ കൂടെ ചിന്തിക്കാൻ അറിയണം. ഇതൊന്നും പ്രാപ്തിയില്ലായിരുന്നു. I always overreacted. ഞാൻ എപ്പോഴും ഓവർ റിയാക്റ്റഡ് ആയിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളിലും. ഇമോഷണൽ സോബ്രൈറ്റി ആണ് നമ്മൾ ഇവിടെ പലരോടും പറഞ്ഞു കാണുന്നു. അത് നിങ്ങളുടെ സ്പോൺസേഴ്സ് പറയായിരിക്കും, ഒരു 1-2 വർഷം നിങ്ങളൊന്ന് ഹോൾഡ് ഓൺ ചെയ്ത് 2 വർഷം കഴിയുമ്പം വഴി തനിയെ തുറക്കുമെന്ന് ഒക്കെ പറയും. കാരണം എന്തോ ഇമോഷണൽ മെച്യൂരിറ്റി വരാൻ വേണ്ടിയാ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ആ വേണ്ടാത്ത എന്താ പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടാത്തത് പിന്നെയും ചെയ്യും. ബിക്കോസ് എനിക്ക് ഇമ്പൾസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. ഇമ്പൾസീവ്, ഞാൻ ചിന്തിക്കും, എനിക്ക് ഒന്നിനും നിൽക്കാനുള്ള ഒരു ക്ഷമയില്ല. എല്ലാം ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം എനിക്ക്. ആ ക്ഷമ നമ്മളിൽ ഉൽപ്പാദിക്കാന് എൻ്റെ മലയാളം ഫോർഗീവ് ചെയ്യണം എന്നെ. I have to understand who I am. ഞാൻ ആരാന്ന് ഞാൻ അറിയണം. ആരാണ് ഞാൻ? ഫിലിപ്പിന്റെ വാട്ട് ഈസ് യുവർ ഔക്കാത് ക്യാ ഹൈ, വാട്ട് ഈസ് യുവർ ഹെറിറ്റേജ്? ആൽക്കഹോളിക്. അതൊരു കാലത്ത് ആൽക്കഹോളിക് എന്ന് കേൾക്കുന്ന വളരെ സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ദ മൊമെന്റ് ദേ ടോൾഡ് മീ ദാറ്റ് ആൽക്കഹോളിസം ഇസ് എ സിക്നസ്, ഒരു ദീനമാണെന്ന് അറിഞ്ഞപ്പം ഒരു വലിയൊരു വെയിറ്റ് എന്നിൽ നിന്ന് എടുത്ത് മാറ്റിയ പോലായിരുന്നു. മറ്റേ ആ കള്ളുകൂടി എന്നുള്ളൊരു വാക്ക് എനിക്ക് ആർക്കും അത് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമല്ല. അതിനി ഞാൻ എവിടെ പോയി എന്തെല്ലാം കാണിച്ചാലും ഐ സ്റ്റിൽ ബി an alcoholic. പക്ഷെ ദ മൊമെന്റ് ഐ ആക്സെപ്റ്റഡ് ദ ഫാക്ട് ദാറ്റ് ഐ ആം an alcoholic, ആ ഒരു എൻ്റെ ഒരു മനോഭാവം തന്നെ മാറി. എനിക്ക് ക്ലാസ് റൂംസിൽ പോകാൻ മടിയായിരുന്നു ആദ്യത്തെ 1-2 മാസം. പക്ഷെ ഞാൻ ആ ആൽക്കഹോളിക് എന്നുള്ള ആ വേർഡ് ഞാൻ സ്വീകരിച്ചപ്പോൾ ആ ഡെലൂഷൻ, എൻ്റെ ഇമാജിനറി സെൽഫ് എന്നിൽ നിന്ന് മാറി. എനിക്ക് അന്നേരം ഒരു വ്യക്തിത്വം ഉണ്ടായി. I am an alcoholic and I am in recovery. It's a phenomenal, profound personality change through a divine intervention. ഒരു വ്യക്തിത്വം എന്നിൽ ഒരു ശക്തി എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. പിന്നെ ഞാൻ ആൽക്കഹോളിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചാലും ആ ഒബ്സെഷൻ എന്നെ അടിമയാക്കുന്നില്ല. ഇത് നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചിന്ത, വീട്ടിലൊന്ന് വഴക്കുണ്ടായി, അത് ചെറിയ ചിന്ത, അതിങ്ങനെ മനസ്സിനകത്ത് ഇട്ടുകൊണ്ട് കലക്കി അതൊരു വലിയൊരു ബോളാക്കും. റിസെന്റ്മെന്റ് എന്ന് പറയുന്നത് എന്തോ, റിസെന്റ്മെന്റ് ഇസ് എ റീഫീലിംഗ് എ ഹേർട്ട് ഇമോഷൻ. അത് എനിക്ക് അതിന്റെ ഒരു ഫാക്ടറി ഉണ്ട് എൻ്റെ തലയിൽ. ബിക്കോസ് ഈ ദേഷ്യവും ഇമോഷണൽ അപ്പീവൽസും ആണല്ലോ എൻ്റെ കാരണം കുടിക്കാൻ. അതിനുവേണ്ടി എൻ്റെ ആ ഫാക്ടറി എല്ലാം
ഈ ഒരു സ്വീകാരം നമ്മൾ ചെയ്തില്ലേ, ദൈവകൃപയാല് നമ്മുടെ അകത്തൊരു പരിവർത്തനം ഉണ്ടാവും. അപ്പം ഈ ഫാൾസിഫിക്കേഷൻ, ഈ റിസെന്റ്മെന്റിന്റെയും ഈ ദേഷ്യത്തിന്റെയും ഈ കള്ളത്തിന്റെയും ഒന്നും ആവശ്യം വരുന്നില്ല. അതെല്ലാം ചെയ്തത് ഈ ആൽക്കഹോളിസം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. സോ വി ഹാവ് ടു നമ്മൾ ഫാക്ട്സ് ഓഫ് ലൈഫ് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് വിടുതൽ കിട്ടത്തുള്ളൂ. കുറെ നോളജ് ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല. നോളജ് പ്ലസ് എക്സ്പീരിയൻസ് ഇസ് വിസ്ഡം. സോ നോളജ് പ്ലസ് എക്സ്പീരിയൻസ്. നമുക്ക് ആൽക്കഹോളിസത്തിനെ പറ്റി നേരത്തെ വല്ലവരും പറയുവാണെങ്കിൽ നമുക്ക് ദേഷ്യം, നമ്മൾ സെൽഫ് ഡെലൂഷനിലായിരുന്നു. വല്ലവരും പറയുമ്പോൾ നമുക്ക് ദേഷ്യമായിരുന്നു. ഞാൻ അവനെ പോലെ അല്ല, ഞാൻ അവരുടെ കൂട്ടല്ല, അവർ സംസാരിക്കുന്നത് ശരിയല്ല, ഞാൻ ആ വ്യക്തിയല്ല. എനിക്ക് എന്നെ പറ്റി തന്നെ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. That opinion was wrong and that opinion had to be smashed. That കാല് പോയവർക്ക് പുതിയ കാല് കിളിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ജീവിതം ആൽക്കഹോളിസത്തിൽ പോയത് ഇനി തിരിച്ചൊരു നോർമൽ മനുഷ്യൻ ആകാൻ ഒക്കുകയില്ല. You cannot become a normal human being. You are an alcoholic. ഡയബറ്റിക്കാരനോട് ഡയബറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he has to accept that fact. എൻ്റെ ഇളയനിയൻ്റെ മകൾക്ക് 22-23 വയസ്സേ ഉള്ളൂ. ഷീസ് ഗോട്ട് ക്യാൻസർ ആൻഡ് കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. 23 വയസ്സേ ഉള്ളൂ. അവൾ പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ തുടങ്ങിയപ്പോൾ she's embedded by cancer. She has accepted it gracefully. വേറെ ഒരു ഇത് പറയാം, ഇങ്ങനെ ഒരു ക്യാൻസർ അല്ലെങ്കിൽ വേറെ ഒരു ദീനം വെച്ച ഒരാൾ ഹോസ്പിറ്റലിലുണ്ട്, ഒരു ആൽക്കഹോളിക്കും ഹോസ്പിറ്റലിലുണ്ട്. ഈ ദീനമുള്ള ആളിനെ അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള ആളിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ എംപത്തൈസ് ചെയ്യും. നമുക്ക് നമ്മൾ വല്ല ഫ്ലവേഴ്സോ കാർഡോ വല്ലതും ഒക്കെ കൊണ്ടു കൊടുക്കും, അവരെ ഒന്ന് ചിയറപ്പ് ചെയ്യണം. ആ ഇതിൽ തന്നെ ഒരു ആൽക്കഹോളിക്കിനെ പോയി കണ്ടേ, ഈസ് റോറിങ്, അവന്റെ ഈഗോ ഇമ്മീഡിയറ്റ്ലി അവനെ എണ്ണിച്ചാടുന്ന ഒരു ഡ്രിങ്ക് കൂടെ കൊടുത്താൽ ഇപ്പം കാലുമുട്ടി താഴെ പോകുന്ന ടൈപ്പ് ആണെങ്കിലും അവന്റെ ആ ഈഗോ, നിന്റെ തന്തയുടെ കാശ് വെച്ചാന്നോടാ ഞാൻ കുടിക്കുന്നത്. വി ഹാവ് ഗോൺ ടു വിസിറ്റ്. സോ ഈ ആൽക്കഹോളിക്കിന്റെ പ്രൈഡ് ആൻഡ് ഈഗോ, ഫാൾസ് പ്രൈഡ് ആൻഡ് ഫാൾസ് ഈഗോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഡെലൂഷൻ ദാറ്റ് ഹി ലിവ്സ് ഇൻ. That is the way he thinks he is. ഞാൻ ആ ഒരു വ്യക്തി, ആ ഒരു ഒപ്പീനിയനിലാണ് ഞാൻ ജീവിക്കുന്നത്. സോ ആ ഒരു ഈഗോ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് നമുക്ക് ദൈവസഹായം വേണം. അപ്പൊ ഈ ദൈവം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദിസ്, വാട്ട് ആക്ച്വലി ഈസ് ഗോഡ്. And that actually we were fooling ourselves. So deep within every man, woman and child is the basic instinct of God. അത് ഈ ബുക്കിനകത്തുണ്ട്. ആ ഒരു ദിവ്യകമായിട്ടുള്ള ആ ശക്തി നമ്മളിൽ കൂടെ പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ കുടി നിർത്തിയത്. ഇനിയിപ്പോ അത് വളർത്തണം. ഇറ്റ് ഈസ് there inside me. ആത്മാവിനകത്ത് അതുണ്ട്. ഞാൻ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ മോസ്കിലോ ഒന്നും പോയി നോക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മളിൽ തന്നെയുണ്ട്. അതില്ലെന്ന് നിങ്ങൾക്ക് വല്ലവർക്കും പറയാൻ നോക്കും. If we are created in the image of God, then God is within us. ഗോഡ് എന്ന് പറയുന്നത് ഗുഡ്നെസ്. അത് കൃഷ്ണനായാലും മുഹമ്മദ് ആയാലും ക്രിസ്തു ആണെങ്കിലും എല്ലാം പല പേരിൽ നമ്മൾ വിളിക്കുന്നു. പക്ഷെ നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് വരുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് റിലിജൻ ഒരു ഇതാണോ ഇവിടെ? അല്ലല്ലോ. ചൂസ് യുവർ ഓൺ കൺസെപ്ഷൻ ഓഫ് ഗോഡ്. ആ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിത്വം, ആ ഒരു ഉണർവ് നമ്മൾ വളർത്തിയെടുക്കണം. ആ വളർത്തിയെടുക്കാൻ പലർക്കും പല ന്യൂട്രീഷൻ ആയിരിക്കും, പല ടൈപ്പിലെ ന്യൂട്രീഷൻസ് ആയിരിക്കും. ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ കിട്ടുന്ന ന്യൂട്രീഷൻ ആയിരിക്കും. അമേരിക്കയിൽ വളരുന്ന കുഞ്ഞിന് അവിടുത്തെ. നമ്മൾ ഇന്ത്യ വളരുന്നവരാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ന്യൂട്രീഷൻ, നമുക്ക് എന്തെല്ലാം ടൈപ്പിലെ ദൈവങ്ങളുണ്ട് ഇവിടെ.
സോ വി ഹാവ് ടു ബി ഫേം. അതിന് എൻ്റെ ഈഗോയെ ഞാൻ എടുത്ത് കളയണം. ഈഗോ ഇല്ലാതെ മനുഷ്യനില്ല. പക്ഷെ ഈ ഫോൾസ് ഈഗോ, ഫോൾസ് പ്രൈഡ് എന്ന് പറയുന്ന രണ്ട് ആൾക്കാർ ഈ ഈഗോയും പ്രൈഡിന്റെയും കൂടെ ഫോൾസ് എന്ന് പറയുന്ന ആൾ നടക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിത്വം നമ്മളെ തന്നെ നിഷേധിപ്പിക്കുവാൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. ഇത് അതിനെ മാറ്റണം. അപ്പൊ എന്ത് മാറ്റണം, എന്ത് മാറ്റണ്ട എന്നുള്ള ആ ഒരു അറിവും ജ്ഞാനവും വരണമെങ്കിൽ ഞാൻ ആരാന്നുള്ളത് അറിയണം. ഞാൻ എന്നെ തന്നെ ക്ഷമിക്കണം. ഞാൻ എന്നെ തന്നെ അറിയാതെ എനിക്ക് എന്നെ തന്നെ ക്ഷമിക്കാനൊക്കെയില്ല. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നമ്മളെ ക്ഷമിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനകത്തുള്ളത്. ദൈവത്തിന് എന്നെ ക്ഷമിക്കാമെങ്കിൽ പിന്നെ ഞാൻ ആരാണ് എന്നെ തന്നെ ക്ഷമിക്കാതിരിക്കാൻ? ഞാൻ ദൈവമാണോ? അപ്പൊ ഞാൻ ഈ വേണ്ടാത്തീനോ എല്ലാം പിടിച്ചു വെച്ചേക്കുന്നത് ഇത് ഒരു കാലത്ത് എനിക്ക് ഉപയോഗപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ അതൊരു നല്ലൊരു ചിന്തയല്ല. അതിൽ നിന്ന് ഒഴിയണം. നമ്മൾ ദൈവകൃപ എന്തെന്ന് നമ്മൾ രുചിച്ചറിയണം. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കാൻ ആ ഒരു സ്റ്റേജ്, ആ ഒരു അഹങ്കാരം, പാപിയും ദോഷിയുമായിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ഉപയോഗപരമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ഒരുപാട് താഴ്മയുടെ ആവശ്യമുണ്ട്. ആ താഴ്മ എവിടുന്ന് വരും? ഞാൻ അറിയുന്നിടത്തോളം ആ താഴ്മ എൻ്റെ ഈ 4ഉം 5ഉം പടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ഇത്രത്തോളമേ ഉള്ളൂ. ഞാൻ ഒരു ദൈവ പൈതലാണ്. ആ ദൈവ പൈതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? എനിക്ക് സോബറായിട്ട് കിട്ടി, ഞാൻ അത് പിടിച്ചുകൊണ്ട് ബാങ്കിൽ കൊണ്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ടേക്കും, അതിന്റെ ഇൻട്രസ്റ്റ് മാത്രം കിട്ടി. അങ്ങനല്ല. I am responsible when anyone anywhere reaches out for help. I want the hand of AA to be there, and for that I am responsible. അത് ഞാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്നെ തന്നെ പ്രയത്നത്തിൽ കൂടെയും എൻ്റെ വിചാരത്തിൽ കൂടെയും ഞാൻ ഒരു സ്പോൺസറിന്റെ ഒരു സഹായത്തോടു കൂടെയും ഞാൻ 4ആം പടിയും 5ആം പടിയും ചെയ്യുമ്പോൾ എനിക്കൊരു വലിയ വിടുതലാണ് കിട്ടുന്നത്. ഈ സെൽഫ് ഡെലൂഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ വിട്ടു മാറുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ എക്സോസ്റ്റ് ഫാൻ ഉണ്ടല്ലോ, അത് എക്സോസ്റ്റ് ഫാനിന് എണ്ണയും വെല്ലവും ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പം ചിലരെന്ത് ചെയ്യും? അത് എടുത്ത് കളയും. മറ്റുള്ളവരെന്ത് ചെയ്യും? അത് ഡീഗ്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ ഡീഗ്രീസ് ചെയ്യും. ഞാൻ അത് ശരിയായിട്ടുള്ള അനാലജി ആണെന്നൊന്നും അറിയത്തില്ല, ഇപ്പൊ എന്റെ മനസ്സിൽ കൂടെ വന്നത്. ആ ഡീഗ്രീസ് ചെയ്യുവാണ്. ആ ഫാൻ പുതുതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കും. പുതിയ മോഡലിന്റെ അത്രയും കാണാനൊന്നും ഭംഗി കാണത്തില്ല, എന്നാലും ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ ഡീഗ്രീസ് ചെയ്തിട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ട കമ്പോണൻസ് നമ്മൾ റെക്ടിഫൈ ചെയ്ത് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ഒരു ജീവിതം നമ്മൾ ജീവിക്കാൻ ഈ പ്രോഗ്രാം നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഫോർ ലിവിങ് നമുക്ക് തരുകയാണ്. നമ്മൾ ഇഫ് യു ആർ നോട്ട് ഹാപ്പി, ജോയസ് ആൻഡ് ഫ്രീ, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിട്ട് കാര്യമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ ചിരി, ദ ഗിഫ്റ്റ് ഓഫ് ലാഫ്റ്റർ, അത് നമുക്ക് തിരിച്ചു കിട്ടിയില്ല, നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇസ് നോട്ട് വർക്കിംഗ്. ദർ ഇസ് സംതിങ് റോങ്. എവിടെയോ എന്തോ തെറ്റുണ്ട്. ആ തെറ്റ് ഞാൻ തിരുത്തണം. എന്ന് വെച്ചാൽ ചിരി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റാണത്. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, താങ്ക് യു ഗോഡ് ഫോർ ടീച്ചിങ് മീ ടു ലാഫ് അഗെയിൻ, ബട്ട് ലെറ്റ് മീ നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ഐ വൺസ് ക്രൈഡ്. ഞാൻ കരഞ്ഞത് ഞാൻ മറക്കുക, പക്ഷെ എനിക്ക് ആ ഗിഫ്റ്റ് ഓഫ് ലാഫ്റ്റർ ഇസ് ബാക്ക് ടു മീ. ആരെയും ഇവിടെ പുകഴ്ത്തുവാനോ താഴ്ത്തിക്കാനോ ഇല്ല. പക്ഷെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. എൻ്റെ മനസ്സ് തുറന്നുള്ള ഒരു സംസാരം, മനസ്സ് ഒരു ചർച്ച, ഇതാണ് ഈ പ്രോഗ്രാം. അതിൽ കൂടെ എനിക്ക് എന്ത് നന്മ, എനിക്ക് കിട്ടിയിട്ടുള്ള നന്മയെല്ലാം നിങ്ങൾക്ക് തരാൻ ഒക്കൂ. പക്ഷെ എനിക്ക് ആ നന്മ വേണ്ടേ? ഞാൻ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ഞാൻ ബിഗ് ബുക്ക് വായിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സന്തോഷമില്ല. എൻ്റെ ഭാര്യ എന്നെ ഞാൻ പറയുന്ന കേൾക്കത്തില്ല.
എൻ്റെ ജോലിയിൽ എൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ആൾ എപ്പോഴും എൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. ബാക്കിയുള്ളവർ എന്നോട് കോൺസ്പയർ ചെയ്യുവാണ്. അവനെ കാണാം, അവന് 1,00,000 രൂപ ശമ്പളമുണ്ട്, എനിക്ക് 50,000 ഉള്ളൂ. നമ്മുടെ ഈ കമ്പാരിസൺസിലാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ആദ്യം ഞാൻ നോക്കേണ്ടത് ഞാൻ സോബറാണ്. എന്നെ വിളിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇന്നത്തെ ദിവസം നീ ആരെയും കൊന്നിട്ടില്ല, ഇന്നത്തെ ദിവസം നിനക്ക് താമസിക്കാൻ വീടുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, അതിൽ കൂടുതൽ എന്തുവാ നിനക്ക് വേണ്ടിയത്? ഒരു കാലത്ത് എങ്ങനെയും ഈ ഡ്രിങ്കിങ് എന്ന് പറയുന്ന എൻ്റെ തലയിൽ നിന്ന് എന്നെ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇന്ന് ഈ സൗകര്യമുള്ളപ്പോൾ ഞാൻ പറയുന്നത് ഹീസ് എ ഹീറോ. മരിക്കാൻ കിടന്ന ഒരു വ്യക്തി ജീവനോടിരുന്ന് ആശ്വസിക്കുന്ന പറയുന്നത് ഇറ്റ്സ് എ മിറക്കിൾ, ഒരു അത്ഭുതമാണ്. പക്ഷെ നമ്മളെ തന്നെ ഡിമാൻഡ്സ് നമ്മുടെ മുമ്പിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മളെ തന്നെ മറന്നുപോകും. നമ്മൾ വന്ന വഴി നമ്മൾ മറക്കും. ഈ മറന്നു കഴിയുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. ഡ്രിങ്കിങ് കഴിഞ്ഞു, വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഞാൻ നഷ്ടപ്പെട്ട വർഷങ്ങളെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം, കാശുണ്ടാക്കാൻ പോവും, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ പെണ്ണ് കെട്ടാൻ പോവും, ചെയ്യണ്ടെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം പോയി ചെയ്യും. എന്നിട്ട് പിന്നെ പറയുമ്പോൾ യു റിലാപ്സ് ആയി. ഇറ്റ്സ് നോട്ട് ദാറ്റ്. റിലാപ്സ് എന്ന് പറയുന്നത് എന്തുവാ? ഈ സ്ലിപ്പ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം സോബ്രൈറ്റി ലൂസസ് ഇറ്റ്സ് പ്രയോറിറ്റി. എന്റെ ബേസിക് പ്രയോറിറ്റി എന്തുവാ? ഇസ് ടു സ്റ്റേ സോബർ ആൻഡ് ഹെൽപ്പ് അതർ ആൽക്കഹോളിക്സ് ടു അച്ചീവ് സോബ്രൈറ്റി. ഞാൻ ഈ ലൗകികമായിട്ടുള്ള കാര്യത്തിന്റെ പുറകെ പോകുമ്പോൾ എനിക്ക് എവിടെ ദൈവവേല ചെയ്യാനുള്ള സമയം? ഭയങ്കര ക്ഷീണമാണ്. എനിക്ക് വിളിക്കാൻ ഞാൻ വിചാരിച്ചായിരുന്നു വിളിക്കാൻ, 2-3 പ്രാവശ്യം ഫോൺ എടുത്തതാ, പക്ഷെ പറ്റിയില്ല, ക്ഷമിക്കാൻ. That's an excuse I make everywhere. എൻ്റെ സോബ്രൈറ്റി എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി ആയിരിക്കണം. രാവിലെ എണ്ണീച്ചാൽ എൻ്റെ ചിട്ട അനുസരിച്ച് രാവിലെ എണ്ണീച്ചാൽ ദൈവത്തിനോട് സ്തുതി പറയുക, പിന്നെ പല്ല് തേക്കുക, കാപ്പി കുടിക്കുക, 3 പേരെ വിളിക്കണം. അത് രാവിലെ തന്നെ വേണമെന്നില്ല. Call 3 people. Read 1 page of the big book. Call your sponsor. നിങ്ങൾക്ക് സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് അവരുടെ 4th സ്റ്റെപ്പും 5th സ്റ്റെപ്പും അല്ലെങ്കിൽ അവർ ഏത് സ്റ്റേജിലാണ്. അപ്പൊ ആ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് ഇല്ലെങ്കിൽ എൻ്റെ ചിന്ത എളുപ്പം. മറവി എൻ്റെ ഒരു വലിയ ഒരു കമ്പോണന്റ്. മറവിയും പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നതും. സോ I don't have life if I don't have discipline. ഈ പറഞ്ഞതിന്റെ കാരണം എന്തോ, ഇതൊരു ഡിസിപ്ലിൻ വേണ്ടി. രാത്രി കിടക്കുന്നതിന് മുമ്പേ ഞാൻ 10 സ്റ്റെപ്പ് ചെയ്യണം. ഞാനൊരു മീറ്റിങ്ങിന് പോയോ ഞാൻ ഇന്ന് വല്ലവരെയും മോഷിപ്പിച്ചോ? ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോ? ഞാൻ 3 പേരെ വിളിച്ചോ? സോ ഈ 10ാം പടി ഞാൻ കിടക്കുന്നതിന് മുമ്പേ ഞാൻ ഈ 10ാം പടി എൻ്റെ മനസ്സിൽ കൂടെ ഓടിച്ചു നോക്കും. അതൊരു ഡിസിപ്ലിനാണ്. രാവിലെ എണ്ണീച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനാണ്. വീട്ടിൽ സഹായം ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ. ദീസ് ആർ ഓൾ സ്പിരിച്വൽ തിങ്സ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണിത്. അതായിരുന്നു എനിക്ക് അറിയാൻ വയ്യാഞ്ഞ്. അറിയാമെങ്കിലും ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷെ ഈ പ്രോഗ്രാം ചെയ്തു വരുമ്പോഴത്തേക്ക് എനിക്ക് ആ ധൈര്യം, ഉണർവ് ഉണ്ടാകുകയാണ്. എന്നിൽ തന്നെ കിടന്ന് നശിച്ച് ആ ഒരു ജീവിതം പിന്നെയും ഒരു ഉണർവുണ്ടായിട്ട് ഒരു ഫോഴ്സിലോട്ട് മുന്നോട്ട് വരികയാണ്. റീസർജൻസ് ഓഫ് ന്യൂ ലൈഫ്. സോ ദൈവമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓരോ കൃപകൾ നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ഇന്ന് ഒരു 5 മിനിറ്റ് ഒരു ദിവസത്തിൽ രാവിലെയോ വൈകിട്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുവാണ്. ഞാൻ എന്നെ തന്നെ ഒരു അപ്രൈസൽ എടുക്കുവാണ്. ഞാൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സ്പിരിറ്റും റിച്വലും. സ്പിരിറ്റ് എന്ന് പറയുന്നത് ആത്മീയം ഇല്ലേ? റിച്വൽ എന്ന് പറയുന്ന ഒരു ദിശ. അപ്പൊ അതായിരുന്നു എനിക്കില്ലാഞ്ഞ, സ്പിരിച്വാലിറ്റി ആയിരുന്നില്ലായിരുന്നു. ആ ബുക്കിനകത്ത് പറയുന്നത് ഇഫ് ഐ ഡോണ്ട് enlarge my spiritual life, I will go and drink again.
എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഞാൻ വികസിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെയും പോയി കുടിക്കും. അത് എന്തുകൊണ്ട്, അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഞാൻ കുടി നിർത്തിയിട്ട് വരുമ്പോൾ എൻ്റെ സ്വഭാവം ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കും. ആ ദേഷ്യം, ആ ശാഠ്യം, ആ സംശയം, ആ കള്ളത്തരം, ഇതെല്ലാം എന്നിലുണ്ട്. ഞാൻ കുടി നിർത്തിയത് മാത്രമേ ഉള്ളൂ. ശരിക്ക് ജീവിച്ചിട്ട് ഈ കുടിക്കാതെ ജീവിക്കണമെങ്കിൽ സ്റ്റെപ്പ് 1, 2, 3, 4 up to 12 ചെയ്യണം. ഞാൻ സന്തോഷമായിട്ട് പ്രയോജനകരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യമാണ് ഈ ബുക്കിൽ കൂടി എനിക്ക് കിട്ടുന്നത്. അപ്പൊ എൻ്റെ പഴയ ചിന്തകളും എൻ്റെ പഴയ പ്രവൃത്തികളും എൻ്റെ പഴയ ഓർമ്മകളും പഴയ രീതികളും ഞാൻ മാറ്റിവെക്കണം. എൻ്റെ സ്വഭാവ ദോഷത്തിൽ കൂടെ ഇതെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. അത് എന്നിലുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞ 1 മാസം കഴിഞ്ഞാലും 1 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും അത് അവിടെ തന്നെ കാണും. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ നമുക്കൊരു ഒരു വഴി കാണിച്ചു തരികയാണ്. ഞാൻ എന്നെ തന്നെ അറിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള, എനിക്ക് എന്നെ അറിയില്ലായിരുന്നല്ലോ. ഞാനൊരു കണ്ണുപൊട്ടൻ്റെ കൂട്ടായിരുന്നു എൻ്റെ ജീവിതം. ഇപ്പം കണ്ണ് തുറന്ന് ശരിക്കും കാണാൻ തുടങ്ങിയപ്പം അത് എങ്ങനെ ഉപയോഗപ്രദമാകണം എൻ്റെ ജീവിതത്തിൽ എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് എത്ര സ്പോൺസീസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ വിളിച്ച് സംസാരിക്കുന്നവരെല്ലാം എൻ്റെ സ്പോൺസീസാണ്. എനിക്ക് കൊടുക്കാൻ ഒക്കുന്ന എന്തുവാ, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ്, എനിക്കുള്ള ജ്ഞാനമാണ് എനിക്ക് കൊടുക്കാൻ ഒക്കുന്നത്. ഞാനൊരു ലൗകികമായിട്ടുള്ള ഒരു മനുഷ്യന്, എനിക്ക് ബാക്കിയുള്ള മനുഷ്യരുടെ കൂട്ടുള്ള എല്ലാ കുറവുകളും തെറ്റുകുറ്റങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. എനിക്കും ദേഷ്യം വരും, ശാഠ്യം വരും. ചില സമയത്ത് വണ്ടി കാണുമ്പം വിചാരിക്കും, എടാ ആയ കാലത്ത് ഒരു വണ്ടി നല്ലതല്ലോ. പക്ഷെ ഞാൻ നോക്കുമ്പം ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുള്ളവനാണ്. ആ ഒരു ഇൻവെന്ററി ഞാൻ എടുക്കുമ്പം ഗോഡ് ഹാസ് ഗിവൻ മീ, എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. സോ ആ ഒരു ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ എനിക്ക് അതൊന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം ഐ ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഗോഡ് ഹാസ് മെയ്ഡ് മീ കം ദിസ് ഫാർ. ഞാൻ എൻ്റെ ജോലി എന്തോ ടു ക്യാരി ദ മെസ്സേജ് ടു ദി ആൽക്കഹോളിക് ഹു സ്റ്റിൽ സഫേഴ്സ്. സോ പുതുതായിട്ട് വന്നിട്ടുള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ എൻ്റെ ഉപദേശം എന്ന് പറയുന്നത്, ഗെറ്റ് എ സ്പോൺസർ, സ്റ്റാർട്ട് വർക്കിംഗ് ദ സ്റ്റെപ്സ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൈഫ് അഹെഡ് ഓഫ് യു. നല്ലൊരു ജീവിതമുണ്ട്. കണ്ണ് തുറന്ന് ലോകത്തിനെ നല്ല ആസ്വദിച്ച് ജീവിക്കാനുള്ള ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് തുറന്നു തന്നിട്ടുണ്ട്. എൻ്റെ അഹങ്കാരവും എൻ്റെ തണ്ടും പൊണ്ണക്കാരിയും ഒക്കെ മാറ്റി വെച്ചിട്ട്, ബിക്കോസ് അത് മാറ്റി വെച്ചില്ലെങ്കിൽ ആൽക്കഹോൾ നമ്മളെ പഠിപ്പിക്കും. അത് വളരെ ക്രൂവലുമായിരിക്കും. സോ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 1 വർഷം ട്രൈ ചെയ്ത് നോക്ക്. അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഔട്ട് ആൻഡ് ഡ്രിങ്ക്. ഇൻട്രസ്റ്റിന്റെ കൂടെ പോയി കുടിക്കാം. ബട്ട് ദർ ഈസ് സംതിങ് ഇൻ ഇറ്റ് ഫോർ എവറി വൺ. ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപ നിങ്ങളിൽ എല്ലാവരും ഉണ്ട്. സോ പുതുതായിട്ട് വന്നവർ അത്രയും മീറ്റിങ്സിന് പോവുക, ലിറ്ററേച്ചർ വായിക്കുക, മറ്റുള്ളവരുടെ കൂടെ ഇടപെട്ടിട്ട് പ്രോഗ്രാമിനെ പറ്റി മനസ്സിലാക്കുക. താങ്ക് യു രാം ചേട്ടൻ ആൻഡ് താങ്ക് യു ജ്വാല ഗ്രൂപ്പ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തന്നെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. അപ്പം സെൽഫ് ഡെലൂഷൻ എന്ന് പറയുന്ന ഇസ് ദ സ്മോക്ക് സ്ക്രീൻ ദാറ്റ് വി ഹൈഡ് അണ്ടർ കർട്ടൻ. ആ കർട്ടൻ മാറ്റിയിട്ട് ഞാൻ എന്നെ തന്നെ ഒരു വ്യക്തിയായിട്ട്, ഒരു ഗോഡ് ചൈൽഡായിട്ട് പ്രവർത്തിച്ച് കാണിക്കാനുള്ള ഒരു അവസരമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ളത്. ഈ ദൈവം എന്ന് ഞാൻ മുറയ്ക്ക് പറയുന്നത് നിങ്ങൾ ദേഷ്യപ്പെടല്ല. ഒരു കാലത്ത് ദൈവം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു. പക്ഷെ ഇന്ന് ദാറ്റ് ഈസ് ദ സെന്റർ പോയിന്റ് ഓഫ് മൈ ലൈഫ്. GOD, ഗിഫ്റ്റ് ഓഫ് ഡെസ്പറേഷൻ, ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ്. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. താങ്ക് യു. ഗുഡ് നൈറ്റ്, ഗുഡ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു ബിലിപ്പ് സാറേ. ഒത്തിരി നന്ദി. ഒത്തിരി നന്ദി. കാരണം സ്വയം വ്യാമോഹം എന്നതിലുപരി ഏയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അറിവിനെ എങ്ങനെയാണ് തിരിച്ചറിവാക്കേണ്ടത്, സ്വയം ഉള്ളിലേക്കുള്ള നോട്ടവും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് സാറ് പറഞ്ഞു. ഇത് ഞങ്ങള് എന്നെ പോലുള്ള പുതുമക്കാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ലൊരു ടോക്കായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു.
ഒത്തിരി ഇനിയും ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഒത്തിരിയേറെ ആൾക്കാർക്ക് ഒരു വെളിച്ചമായി എയിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് ഒക്കെ തീരുവാനായിട്ട് സർവശക്തനായ ദൈവം സാറിനെയും സാറിന്റെ കുടുംബത്തെയും പ്രവൃത്തി മേഖലയിലെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജ്വാല ഓൺലൈൻ മീറ്റിംഗിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഉള്ള നിസ്സീമമായ നന്ദി അറിയിക്കുകയാണ് സാറേ. ഒത്തിരി സന്തോഷം. സുഹൃത്തുക്കളെ, ഇനിയുള്ള സമയം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ചോദിക്കുവാനുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വന്നിട്ട് ചോദിക്കാം. എന്തെങ്കിലും അറിവ് കൂടുതലായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നന്ദി എന്നൊരു വാക്ക് പറയുവാനായിട്ട് ഉള്ള സമയം കൂടി ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഷെയർ ചെയ്യുകയോ അങ്ങനെയാണെങ്കിലും അത് ഒരു സമയം ഉപയോഗിച്ച് നമുക്കൊരു കുറച്ച് സമയം കൂടെ ബാക്കി, ഏതാണ്ട് ഒരു 21 മിനിറ്റും കൂടി ഉണ്ട്. നമുക്ക് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സമയ സാഹചര്യം ഉള്ളവർ മുന്നോട്ട് കടന്നു വരാവോ? സുഹൃത്തുക്കളെ, സാഹചര്യമുള്ളവര് മുന്നോട്ട് കടന്നു വരണേ. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയോ, ഇല്ല നമ്മളോട് ഇത്ര നേരം സംസാരിച്ചതിനുള്ള നന്ദി അറിയിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ്. ഈ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമയ സാഹചര്യമുള്ളവർ മുന്നോട്ട് വരാവോ? ചോദ്യം ചോദിക്കാനാണ്. സോ ഫിലിപ്പ് സർ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഹലോ, കേൾക്കാവോ? സോ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മൾട്ടി ടാസ്കിങ് ഈസ് എ പ്രോബ്ലം ഫോർ us. മൾട്ടി ടാസ്കിങ്, ഓക്കെ. ഇപ്പോഴേ എനിക്ക് എൻ്റെ പ്രൊഫൈലില് എനിക്കൊരു മൾട്ടി ടാസ്കിങ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് ഡെലേമല ഉള്ളത്. സോ ഷുഡ് ഐ ടേക്ക് ദാറ്റ്? അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. സോ എനിക്ക് കിട്ടാൻ പോകുന്ന ടാസ്കിങ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെയിൽസ് ട്രെയിനിങ് ആണ്, എനിക്ക് ഇഷ്ടമാണ്, പുതിയൊരു മേഖലയാണ്. ബട്ട് എക്സിസ്റ്റിംഗ് ഉള്ളത് കുറച്ച് പ്രഷർ ഉള്ളതാണ്. ബിക്കോസ്